നമസ്കാരം. ഓട്ടപ്രേക്ഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അഴിമതി കേസിൽ അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാൾ എന്ന ദില്ലിയിലെ മുഖ്യമന്ത്രി പാർട്ടിയിൽ ഒറ്റപ്പെടുന്നുവോ? മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാതെ അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നത് പാർട്ടി കൈവിട്ടു പോകുമെന്ന ഭയം കൊണ്ടാണോ? പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം ദില്ലിയിൽ BJP സർക്കാർ അധികാരത്തിൽ വരുമോ? ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് ദേശീയ തലത്തിൽ ചർച്ചയായത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, അരവിന്ദ് കെജ്രിവാളിൻ്റെ ഹർജിയിന്മേൽ സുപ്രീം കോടതി പോലും അടിയന്തരമായി വാദം കേൾക്കുന്നില്ല. ഹൈക്കോടതി ഈ അറസ്റ്റിനെതിരെയുള്ള ഹർജി തള്ളി. ആ രീതിയിൽ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നേരിടുന്നത്. കഴിഞ്ഞ മാർച്ച് മാസം 21-ാം തീയതിയാണ് അരവിന്ദ് കെജ്രിവാൾ ദില്ലി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നത്. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിരവധി തവണ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സമൻസ് നൽകിയിരുന്നു. 8 or 9 തവണ സമൻസ് അദ്ദേഹം അവഗണിച്ചതിന് ശേഷമാണ് ഏറ്റവും ഒടുവിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഔദ്യോഗിക വസതിയിലെത്തി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത്. മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട പ്രതികളെല്ലാം തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പിടിയിലായി കഴിഞ്ഞിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അരവിന്ദ് കെജ്രിവാളിൻ്റെ മുഖ്യ കൂട്ടാളിയായിട്ടുള്ള ദില്ലിയുടെ ഉപമുഖ്യമന്ത്രിയായിരുന്ന ആം ആദ്മി പാർട്ടിയുടെ 2ാമത്തെ നേതാവായ മനീഷ് സിസോദിയ തന്നെയായിരുന്നു. അതിന് മുന്നാലെ സഞ്ജയ് സിംഗ്, പാർട്ടിയുടെ MP, ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി. തെലങ്കാന മുൻ മുഖ്യമന്ത്രി KCRൻ്റെ മകൾ K. കവിത അറസ്റ്റിലായി. ഇവരുടെ എല്ലാം അറസ്റ്റിന് ശേഷം ഈ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ EDക്ക് ലഭിച്ചു. അതിനുശേഷമാണ് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ ED പറഞ്ഞത് ഈ അഴിമതി കേസിൻ്റെ മുഖ്യ സൂത്രധാരൻ അരവിന്ദ് കെജ്രിവാളാണ്. അരവിന്ദ് കെജ്രിവാളാണ് കോടികളുടെ തട്ടിപ്പ് ഈ കേസിൽ നടത്തിയത് എന്നും ED പറയുകയുണ്ടായി. ദില്ലി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ മാസങ്ങളായി ജയിലിൽ കഴിയുകയാണ്. അദ്ദേഹത്തിന് ജാമ്യം ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഒരു പ്രതി, അതായത് സഞ്ജയ് സിംഗ് എന്ന ആം ആദ്മി പാർട്ടിയുടെ MPക്ക് മാത്രമാണ് ജാമ്യം ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ജാമ്യത്തിന് കേന്ദ്ര അന്വേഷണ ഏജൻസി കോടതിയിൽ എതിർത്തില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിട്ടുള്ളതും. ഈ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരവിന്ദ് കെജ്രിവാളിന് പുറത്തു വരാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ജാമ്യം ലഭിച്ച് പുറത്തു വരാൻ കാലതാമസം എടുക്കും എന്ന് തന്നെയാണ്. പക്ഷേ ഇപ്പോഴും അദ്ദേഹം അധികാരത്തിൽ തുടരുന്നത് എന്തുകൊണ്ടാണ്? അത് പാർട്ടി പിളർന്നു പോകുമെന്നതിൻ്റെ സൂചന കൊണ്ടാണ് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതായത് ഇന്ന് ആം ആദ്മി പാർട്ടിയുടെ ഒരു സുപ്രധാനമായ യോഗം ദില്ലിയിൽ ചേർന്നിരുന്നു. ആ യോഗം ചർച്ച ചെയ്തത് ആം ആദ്മി പാർട്ടി വിട്ടുപോകാൻ ധാരാളം MP-മാരും MLA-മാരും തയ്യാറെടുത്തിരിക്കുന്നു. അവരിൽ ആരൊക്കെയാണ് പാർട്ടിക്കൊപ്പം നിൽക്കുക, അരവിന്ദ് കെജ്രിവാളിനൊപ്പം നിൽക്കുക, ആരൊക്കെയാകും വിട്ടുപോവുക, ഭാവി കാര്യങ്ങൾ എന്തായിരിക്കും? ഈ കാര്യങ്ങളാണ് ആം ആദ്മി പാർട്ടി ചർച്ച ചെയ്തത്. ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ആം ആദ്മി പാർട്ടിയിലുള്ള പ്രതിസന്ധി അത് ചെറുതല്ല, വളരെ വലുതാണ്. കാരണം 10ഓളം രാജ്യസഭാ MP-മാർ ആം ആദ്മി പാർട്ടിക്കുണ്ട്. ഒരു ലോക്സഭാ MP ഉണ്ടായിരുന്നു. ആകെ ഉണ്ടായിരുന്ന ലോക്സഭാ MP ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് BJPയിൽ ചേർന്നത്. ഇനി ബാക്കി ആം ആദ്മി പാർട്ടിക്കുള്ള MP-മാരെല്ലാം രാജ്യസഭയിലാണ്. 10 രാജ്യസഭാ MP-മാരിൽ 7 രാജ്യസഭാ MP-മാരും അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെതിരെ നടക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കെടുക്കുന്നില്ല എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഇന്ന് ആം ആദ്മി പാർട്ടി വളരെ പ്രധാനമായും ചർച്ച ചെയ്തത്. ഇതിൽ ചില നേതാക്കളൊക്കെ തന്നെയും, ചില MP-മാരൊക്കെ തന്നെയും വിദേശത്താണ്. ഒരാൾ ലണ്ടനിൽ ചികിത്സയിൽ കഴിയുന്നു, ഒരാൾ അമേരിക്കയിൽ ബന്ധുക്കളോടൊപ്പം നിൽക്കുന്നു. ഇങ്ങനെ 7 ആം ആദ്മി പാർട്ടി MP-മാർ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെതിരെ എന്നും നടക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഒരു മന്ത്രി കഴിഞ്ഞ ദിവസം ഈ അഴിമതി ആരോപണങ്ങളുടെ പേരിൽ രാജിവെച്ചിരുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ആം ആദ്മി പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറി നടക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്. തീർച്ചയായും BJP ഈ മുഖ്യമന്ത്രി സ്ഥാനം അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതിന് തയ്യാറായിട്ടില്ല എങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയേക്കുമെന്ന സൂചനയുണ്ട്. മാത്രമല്ല, ഈ 7 MP-മാരടക്കം ആം ആദ്മി പാർട്ടിയിലെ ഏറ്റവും അധികം MLA-മാരും പാർട്ടി വിടാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. കാരണം അഴിമതി വിരുദ്ധ പ്രത്യയശാസ്ത്രം ഉയർത്തിക്കൊണ്ടുവരികയും
അത് പറഞ്ഞ് വോട്ട് നേടുകയും ഇന്ത്യ തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്ത ഒരു അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപക നേതാക്കളൊക്കെ പെടുകയും ചെയ്ത സാഹചര്യത്തിൽ പാർട്ടി വിടാൻ ധാരാളം MLA-മാർ കാത്തിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവർ പാർട്ടി വിട്ട് BJP-യിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് ദില്ലിയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ആം ആദ്മി പാർട്ടി വലിയ ഭൂരിപക്ഷത്തോടുകൂടി ദില്ലി ഭരിക്കുമ്പോഴും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയിച്ചത് BJP ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണയും BJP-ക്ക് ദില്ലിയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടെ പാർട്ടി വിട്ടു വരാൻ ആഗ്രഹിക്കുന്ന MLA-മാരെ ചേർത്തുകൊണ്ട് മന്ത്രിസഭ രൂപീകരിക്കാനോ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനോ ഉള്ള സാഹചര്യമാണ് ദില്ലിയിൽ അരങ്ങേറുന്നത് എന്നാണ് സൂചന. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ ഇപ്പോൾ BJP നേതൃത്വവുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.